Hello traders, welcome back to Frozen Candles. സോ ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു 21st ട്യൂസ്ഡേ. അപ്പോൾ ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് പവർ കാണിച്ചതിന് ശേഷം പിന്നെ മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈഡ് വേസ് തന്നെ പറയാം. ചെറിയൊരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുകയായിരുന്നു ആഫ്റ്റർനൂൺ സെഷൻ കംപ്ലീറ്റ്ലി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണി 10:30 ശേഷം ഒരു ചെറിയൊരു 50 പോയിന്റ് റേഞ്ചിനുള്ളിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആക്ച്വലി ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഒരു ഡേ അല്ല, ഒരു സെല്ലേഴ്സിൻ്റെ ഡേ ആണ്. അത് നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് ലോസാണ്. നമ്മളിന്ന് ഓൾമോസ്റ്റ് ഒരു 22,000 അടുത്ത് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുവാണെങ്കിൽ കാണാം, സാധാരണ ഇത്രയും നമ്പർ ഓഫ് ട്രേഡ്സ് ഒന്നും നമ്മൾ എടുക്കാത്തതാണ്. ബട്ട് ഇന്ന് ആക്ച്വലി പറഞ്ഞില്ലേ, മൂവ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മൂവ് കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ റൂൾസ് സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു. നമ്മൾ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതലായിരുന്നു, ഓവർ ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ് ഓവർ റിസ്ക് ചെയ്തു. അങ്ങനെ എന്താ പറയുക, നമ്മൾ അത്യാവശ്യം ഇന്ന് നല്ലൊരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, എക്സാമ്പിൾ ഓഫ് എ ഡേ. നമ്മൾ ഓവർ ട്രേഡ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം പാലിക്കാതിരിക്കുന്ന ദിവസങ്ങളിലുള്ളൊരു എക്സാമ്പിളാണ്. കാരണം ആക്ച്വലി ഇന്ന് എന്താ പറയുക, ഇന്നലത്തെ പ്രോഫിറ്റ് 25,000 ആണ്. ഇന്ന് മാക്സിമം വരേണ്ടിയിരുന്നത് ഒരു 10 to 12K ആയിരുന്നു ലോസ് വരേണ്ടിയിരുന്നത്. ബട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ലോസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് നോട്ട് ഓക്കെ. ഞാൻ എൻ്റെ സിസ്റ്റം കറക്റ്റ്, എൻ്റെ ആ ഒരു റൂൾസ് കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റ് ഒബേ ചെയ്യാണ്ടാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് P&L നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. സോ എന്താണെങ്കിലും നെക്സ്റ്റ് ഡേയ്സിൽ കുറച്ചുകൂടി എന്താ പറയുക, ശ്രദ്ധിച്ച് കുറച്ചുകൂടി റൂൾസ് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്ത്, ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ച റൂൾസാണ്, അത് പാലിച്ച് ട്രേഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിലും വലിയ ലോസസ് കാണേണ്ടി വരും. സോ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് നമുക്ക് തന്നെ കാണിച്ചു തരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നാളെ മിക്കവാറും ഞാനൊരു ബ്രേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. നാളെ ചിലപ്പോഴേ ട്രേഡ് ഉണ്ടാവുള്ളൂ. നാളെ ഉണ്ടെങ്കിൽ നാളെ കാണാം, അല്ലെങ്കിൽ തേഴ്സ്ഡേ കാണാം.